തിരക്ക് പിടിച്ച മാധ്യമ ജോലിക്കിടെ ഒന്ന് റിലാക്സ് ചെയ്യാൻ സുഹൃത്തുക്കൾക്കൊപ്പം കാട് കയറിയതാണ് സീമ സുരേഷ്. പിന്നെ കണ്ടതാകട്ടെ കാടൊരുക്കിയ കൗതുക ദൃശ്യങ്ങളുടെ നിരവധി ഫ്രെയിമുകൾ. ഇന്നിപ്പോൾ മനോഹര ക്യാൻവാസുകൾ സമ്മാനിക്കുന്ന വനങ്ങളാണ് സീമയുടെ ഇഷ്ടയിടങ്ങൾ. ആദ്യം പാഷനായി മൃഗങ്ങളുടെ മൂവ്മെന്റുകൾ ക്യാമറയിൽ പകർത്തി. എന്നാൽ ഇപ്പോൾ ഇതൊരു പ്രൊഫഷനാണ് സീമയ്ക്ക്. ഞാൻ ആക്ച്വലി ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അങ്ങനെ കുറേ ഓട്ടങ്ങളുണ്ടായിരുന്നു. ഒരു സിനിമ ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ഓട്ടത്തിനിടയിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് കാട്ടിക്കയറിയതാണ്. ആ കാട്ടിക്കയറിയപ്പോൾ നമ്മുടെ കൂടെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ചിത്രങ്ങൾ കണ്ട് നമ്മൾ ശരിക്കും അത് മോഹിച്ചു പോയി. അങ്ങനെ കാടിനെ ഫോട്ടോഗ്രാഫിയിലൂടെ എങ്ങനെ കാണാം എന്നുള്ളത് അവരുടെ ചിത്രങ്ങളിൽ നിന്നാണ് ഞാൻ കണ്ട് മനസ്സിലാക്കിയത്. അപ്പോൾ പിന്നെ ഞാൻ ക്യാമറാമാനായ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോഗ്രാഫി പഠിക്കുകയും അങ്ങനെ ഇത് ജേർണലിസത്തിനോടൊപ്പം തന്നെ പത്രപ്രവർത്തനത്തോടൊപ്പം തന്നെ ഇത് പഠിച്ച് കാട്ടിൽ കയറുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ പിന്നെ പതുക്കെ എൻ്റെ ജോലി കുറച്ച് കൂടുതൽ കാട്ടിലേക്കുള്ള യാത്രകൾ കൊണ്ടുപോയി. തൃശ്ശൂരിലെ ഷൂട്ട് സ്കൂളിലെ ഫോട്ടോഗ്രാഫർമാർക്കൊപ്പമുള്ള യാത്ര വൈൽഡ് ഫോട്ടോഗ്രാഫിയിലേക്ക് സീമയെ കൂടുതൽ അടുപ്പിച്ചു. വിവിധ ഇടങ്ങളിൽ നിന്നായി നിരവധി ചിത്രങ്ങളാണ് സീമ ക്യാമറയിൽ പകർത്തിയത്. എല്ലാം ഒന്നിനൊന്നു മെച്ചം. മഞ്ഞിലും മഴയിലും വേനലിലുമെല്ലാം വ്യത്യസ്ത മുഖമായിരിക്കും കാടിന്. അതെല്ലാം സീമ തന്റെ ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ളത് മഞ്ഞുകാലമാണ്. മഞ്ഞുകാലത്തെ ഇത് ജിം കോർബറ്റ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ 1-2 പ്രാവശ്യം ആ മഞ്ഞുകാലം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ ആ മഞ്ഞുകാലത്ത് നിന്ന് പോയി കഴിഞ്ഞിട്ട് അപ്രതീക്ഷിതമായിട്ടൊരു മാർച്ച് മാസത്തിൽ, മഞ്ഞുകാലം കഴിഞ്ഞിട്ട് മാർച്ച് മാസത്തിൽ ഒരു പെട്ടെന്നാണ് മഴ വന്നത്. ആ മഴയത്ത് നിൽക്കുന്ന ഒരു ആനയുടെ രൂപം, ആനകളുടെ രൂപം എൻ്റെ മനസ്സിലിപ്പോഴും ഉണ്ട്. അപ്പോൾ മഞ്ഞും മഴയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാലം. പക്ഷെ കൂടുതൽ നമുക്ക് ഫോട്ടോഗ്രാഫി സാധ്യതകൾ കൂടുന്നത് ഈ സമ്മർ സീസണിലാണ്. കുറച്ചും കൂടി മൃഗങ്ങൾ അല്ലെ ബേഡ്സിനെയൊക്കെ കുറച്ചും കൂടി കാണാനായിട്ട് നമുക്ക് പറ്റുക. പിന്നെ ഭരത്പൂർ ഇപ്രാവശ്യം മഞ്ഞുകാലത്താണ് ഭരത്പൂർ ഏറ്റവും പക്ഷികളുടെ ഇത് സാങ്ച്വറിയാണ് ഭരത്പൂർ. അപ്പോൾ അവിടെ മഞ്ഞുകാലത്ത് തന്നെയാണ് ഏറ്റവും നല്ല ചിത്രങ്ങൾ നമുക്ക് കിട്ടുക. യാത്രകൾ ഏറെ ഇഷ്ടമാണ് സീമയ്ക്ക്. ഇത്രയധികം കാടുകളിലേക്ക് യാത്ര നടത്തിയിട്ട് അതിൽ ഒന്നിൽ പോലും മടുപ്പ് തോന്നിയിട്ടില്ല. അത്രയേറെ പ്രേമമാണ് യാത്രകളോട്. 13 വർഷങ്ങൾക്ക് മുമ്പാണ് സീമ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് ചുവടുവെച്ചത്. അതും അന്ന് സ്ത്രീകൾ അധികം കടന്നു വരാത്ത ഈ മേഖലയിലേക്ക്. എന്നാലിപ്പോൾ സീമ പറയുന്നതാകട്ടെ മറ്റു ജോലികളെ പോലെ തന്നെയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുമെന്നാണ്. എപ്പോഴും മനസ്സ് നിറയെ കാടോർമ്മകളായിരിക്കും. ഓരോ യാത്രകൾ കഴിയുമ്പോഴും അടുത്ത യാത്രയെക്കുറിച്ചായിരിക്കും ചിന്ത. ഫോട്ടോഗ്രാഫറായ ഭർത്താവ് സുരേഷ് കട്ട സപ്പോർട്ടുമായി കൂടെയുണ്ട്. ജീവിതാവസാനം വരെ കാനന യാത്രകളും വന്യജീവികൾക്കായുള്ള ക്ലിക്കുകളും തുടരുമെന്നാണ് സീമ പറയുന്നത്. ETV ഭാരത്, എറണാകുളം.